ഞാൻ പണ്ടെപ്പോഴോ വായിച്ചിട്ടുണ്ട്, ഒരാൾക്ക് വളരാനുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉറപ്പായും ഇൻസൾട്ടാണ്. പിന്നീട് അത് ചിന്തിച്ചപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇൻസൾട്ടും ഒഴിവാക്കപ്പെടലുകളും ഏറ്റ മനസ്സിനുള്ള മുറിവ് വളരാനുള്ള ഒരു അഭിനിവേശം കൂട്ടുമെന്ന്. ഇനി കൂട്ടാത്തവരോടായി പറയട്ടെ, നിർബന്ധമായും നമുക്ക് വളരാനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് അവർ തരുന്നത്. അപ്പോൾ ഉറപ്പായും ജീവിതത്തിനോടുള്ള അഭിനിവേശം കൂടുക തന്നെ വേണം. തോറ്റു കൊടുക്കരുത്, നമ്മളത് ഉറപ്പിക്കണം. നമ്മൾ തോൽക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാവുന്നത്. ഇൻസൾട്ടിൻ്റെ പുറകിലുള്ള സൈക്കോളജിയും അതൊന്നു മാത്രമാണ്. ഇൻസൾട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ നമ്മൾ ഇൻസൾട്ട് ആവപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒഴിവാക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന മുറിവിൻ്റെ ആഴം എത്രയെന്ന് നോക്കിക്കൊണ്ടാണ് പിന്നെയും പിന്നെയും അവരത് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായും ആഴത്തിലേക്കത് കടക്കുന്നില്ലെങ്കിൽ അവരത് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളെ ആറ്റിറ്റ്യൂഡ്, അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നെവർ മൈൻഡ്. ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ വെള്ളിയിലയിൽ വീണ വെള്ളം പോലെ അത്തരം ഇൻസൾട്ടുകളും അത്തരം മുറിവുകളും ഒഴിവാക്കപ്പെടലുകളും പൂർണ്ണമായും ഇല്ലാതാവും. നമ്മുടെ ന്യൂ ജനറേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ചെറിയ ഇൻസൾട്ടിൽ പോലും ആത്മഹത്യാ പ്രവണതയും അല്ലെങ്കിൽ ആ മുറിവിൽ നിന്നുണ്ടാവുന്ന ഡിപ്രഷനിലേക്കും പടുകുഴിയിലേക്ക് വീണു പോകുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം അവരെ മാറ്റാൻ കഴിയണമെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, നെവർ മൈൻഡ് എന്ന ആ ഒരു വഴിയെ പോകുന്നവരുടെ വീണയാവാതിരിക്കാൻ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ കയ്യിലല്ല, അവരുടെ ഇൻസൾട്ടിൽ മുറിവേൽക്കേണ്ടതല്ല നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ അവരുടെ ഒഴിവാക്കപ്പെടലിൽ സങ്കടപ്പെടേണ്ടതല്ല നമ്മുടെ ഹൃദയം എന്ന തോന്നൽ, നമ്മൾ അവരിലൂടെ ജീവിക്കേണ്ടതല്ല, നമുക്ക് നമ്മുടേതായ ഒരു സത്വമുണ്ട് എന്ന തോന്നൽ കുട്ടിക്കാലത്ത് മുതൽ കുട്ടികളിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ വഴിയെ പോകുന്നവരുടെ വീണയാവില്ല, മുറിവേൽക്കില്ല, ഇൻസൾട്ടഡ് ആവില്ല, നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മറ്റൊരാൾക്ക് കഴിയുകയുമില്ല.